രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഒന്ന്, മുംബൈയിലെ ട്രെയിനിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ പയ്യനെ വേറൊരു പയ്യൻ പെട്ടെന്നുണ്ടായ ചെറിയൊരു ഇമ്പൾസീവായിട്ടുള്ള സംഭവത്തിന് വേണ്ടി കൊലപാതകർത്താഹ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം ഉറപ്പിച്ച പ്രതിഷ്ഠിത വധു ആ പയ്യനെ ഏതോ ഒരു മലൻ്റെ മേലെ ട്രക്കിങ്ങിന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അങ്ങ് തള്ളിയിട്ട് പോന്നു. ഈ രണ്ട് കേസുകളിലും നമുക്ക് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പിള്ളേരിൽ കണ്ടുവരുന്ന ചിന്തയില്ലായ്മ, ബ്രെയിൻ ഡ്രോട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് ബുദ്ധിശൂന്യമായ പ്രവൃത്തി. ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും യാതൊരു ധാരണയുമില്ലാതെ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ എന്തിനാണ് കൊന്നതെന്ന് കൊന്നവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം പെട്ടെന്ന് അങ്ങനെ തോന്നിയത്, അല്ലെങ്കിൽ ഇങ്ങനെ കാരണം കൊണ്ട് കൊന്നുപോയി, തീർന്നു. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിനും റീസണിങ് പവർ കൊടുക്കണം. അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഉൽപ്പാദന ശേഷി കൂട്ടാൻ വേണ്ടി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് യുവാക്കൾ, പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ ജെൻസി എന്ന് പറയാൻ കാരണം ഈ 2000-ന് ശേഷം ഇപ്പോൾ ഈ കണ്ട രണ്ട് കേസുകളും അങ്ങനെയുള്ള ഏജിലുള്ള പിള്ളേരാണ്. എല്ലാം ലെസ് ദാൻ 30 ആണ്, 30 വയസ്സിന് താഴെയുള്ള. ഈ ഒന്നാമത്തെ കേസ് മുംബൈ ട്രെയിനിലെ കേസാണെങ്കിൽ ആ മരിച്ച പയ്യനും ഈ പറഞ്ഞ പോലെ 20 വയസ്സ്, ആ കൊന്നവനും ഈ പറഞ്ഞ പോലെ 25-26 വയസ്സേ ഉള്ളൂ. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കേസിലും നമുക്ക് ഡ്രഗ് അഡിക്ട്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ഒന്നും പറയാൻ കഴിയില്ല. ഒന്നാമത്തെ മുംബൈയിലെ കേസിൽ പറയുന്നുണ്ട്, അവന് ഒരു കുപ്പി റമ്മടിച്ചിട്ട് ബോധമില്ലാതെ കുത്തിക്കൊന്നതാണ്. റമ്മടിച്ചിട്ട് എല്ലാവരും കൊല്ലാനാണ് പോകുന്നത്. ഇങ്ങനെയൊന്നും സ്വഭാവ ദൂഷ്യത്തിന് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസിന് വേണ്ടി ഇപ്പോൾ ഉള്ള പ്രോബ്ലത്തിന് നമ്മൾ ഒരിക്കലും സബ്സ്റ്റൻസിനെ കുറ്റം പറ്റ കാര്യമില്ല. മദ്യത്തിനെയോ ഡ്രഗ്സിനെയോ എല്ലാ കാര്യത്തിലേക്കും വലിച്ചു വെച്ചിട്ട് കൊണ്ടുവരുന്നത് പക്കാ തെറ്റാണ്. ഇനി ആ പെൺകുട്ടിയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബന്ധത്തിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവായി പോകാം. ആ കുട്ടി പറഞ്ഞതറിയോ? കുട്ടി പറഞ്ഞത് കുടുംബത്തിൻ്റെ പേരിന് മോശം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കൊലപാതകം ചെയ്തതാണ്. ഇപ്പം നല്ല പേരായി, ഇപ്പം നല്ല തറവാട്ടുകാരാണെന്ന് തെളിഞ്ഞു, നല്ല ഉയർത്തുനിന്ന് തള്ളിക്കാണല്ലോ കൊന്നത്, നല്ല വലിയ തറവാട്ടുകാരാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറ്റിയത്? നമുക്ക് അഗ്രി ടു ഡിസഗ്രി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അത് പഠിപ്പിക്കണം കുട്ടികളെ. അതായത് ചെറുപ്പം മുതലേ കുട്ടികളെ നോ എന്നുള്ള കാര്യം പഠിപ്പിക്കുക. ഒന്ന്, അവരെ കൊണ്ട് നോ പറയിപ്പിക്കുക. രണ്ട്, ഞങ്ങളുടെ നോ അല്ലെങ്കിൽ പറയുന്ന പാരൻസിൻ്റെ നോ അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ അവരെ വളർത്തുക. ഈ രണ്ട് കേസിൽ ഞാൻ കൊല്ലപ്പെട്ടവർ അല്ല പറയുന്നത്, ഈ കൊലപാതകം നടത്തിയവരുടെ കാര്യമാണ്, അവരുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ് പറയുന്നത്. അതായത് അഗ്രി ടു ഡിസഗ്രി. വലിയ വലിയ യുദ്ധങ്ങളിൽ പോലും എടുത്തു വരുന്നൊരു പോളിസിയാണ്, നിങ്ങൾ രണ്ടാൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടാൾക്കാർ തമ്മിൽ, രണ്ട് സൊസൈറ്റി തമ്മിൽ, രണ്ട് സംഘടനകൾ തമ്മിൽ ഒരിക്കലും ഒത്തുപോകുന്നില്ലേ, അവിടെ കൊണ്ടുവരേണ്ട ഒരു അഗ്രിമെൻ്റ് ഓഫ് ലൈൻ ഓഫ് അഗ്രിമെൻ്റ് ആണ് ദ അഗ്രിമെൻറ്റ് ടു ഡിസഗ്രി. അതായത് വിയോജിക്കാൻ വേണ്ടി യോജിക്കുക. നിങ്ങൾ പറഞ്ഞത് വളരെ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾ പറഞ്ഞത് ഒരു വിഡ്ഢിത്തരമാണ്, നിങ്ങൾ പറഞ്ഞത് ഒരു ബോഷ്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ക നോൺസെൻസ് ആൻഡ് യൂസ്ലെസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണെങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ സൊസൈറ്റിയുടെ ഒരു ഭാഗമായി നിലകൊള്ളുന്ന ഒരു സാധനമായതുകൊണ്ട് ഐ ആം അഗ്രീയിങ് ടു ഡിസഗ്രി വിത്ത് യു എന്നൊരു സാധനമുണ്ട്. ഇത് ഏറ്റവും പൊളൈറ്റായിക്കൊണ്ട് നമ്മുടെ ഡിസഗ്രിമെൻറ്റ് കാണിക്കാനുള്ള സംഭവമാണ്. ഇത് ചെറുപ്പം മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കണം. ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ എടാ പോടാ പെറുക്കി തണ്ടി എന്നല്ല പറയേണ്ടത്. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസേജ് തന്നെ നോക്കിയാൽ മനസ്സിലാവും, പല ആളുകളും മറ്റൊരാളോട് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വളരെ മോശമായ ഭാഷകളിലും, വളരെ മോശമായ സ്റ്റേറ്റ്മെൻറ്റുകളിലും, വളരെ മോശമായ വാക്പ്രയോഗങ്ങളിലൂടെയൊക്കെയാണ്.
തമാശയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അത് വേറെ വിഷയം. നിങ്ങൾക്ക് പിന്നെ സർക്കാസമാകാം, സർക്കാസ്റ്റിക് ആകാം, സറ്റൈറിക്കലി ആകാം, നിങ്ങൾക്ക് പിന്നെ ആക്ഷേപഹാസ്യം തുടരാം. കുഞ്ചൻ നമ്പ്യാരെ പോലെയും സഞ്ജയനെ പോലെയൊക്കെ നിങ്ങൾക്ക് ആക്ഷേപത്തിലൂടെ, ഹാസ്യത്തിലൂടെ ആക്ഷേപിക്കാം, തെറ്റിനെ ചൂണ്ടിക്കാട്ടാം, തെറ്റില്ല, അതിൽ തെറ്റില്ല. ക്ഷീണമാവാം, അശോകന് ക്ഷീണമാവാം, അത് മെയിനായിട്ടൊരു വിഷയമല്ല. പക്ഷേ നമ്മളതിൻ്റെ സീരിയസ് ലെവലിലേക്ക് പോകുമ്പോൾ ഒരാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതി, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാട് നിങ്ങൾക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ലേ, നിങ്ങൾ അപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ഐ ആം അഗ്രീയിങ് ടു ഡിസഗ്രി വിത്ത് യുവർ നോൺസെൻസ് ടോക്സ്. ഫിനിഷ്. നിങ്ങളുടെ അപക്വമായ അവസരോചിതമല്ലാത്ത വിഡ്ഢിത്തരപരമായ ബോഷ്കുപരമായിട്ടുള്ള ഈ സംസാരത്തോട് വിയോജിക്കാൻ വേണ്ടി നമുക്ക് യോജിക്കാം. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ശരി, എനിക്കത് ശരിയല്ല, ഞാനത് തെറ്റാണെന്ന് പറയുന്നു, ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, അതിൽ നമുക്ക് യോജിക്കാം. ഫിനിഷ്. ഇത്രയേ ഉള്ളൂ. ട്രെയിനിലുണ്ടായ ഈ ഒന്നാമത്തെ സംഭവം, ഈ പറയുന്ന കൊല്ലപ്പെട്ട ആ കുട്ടി മഴ പെയ്യുന്നുണ്ടായിരുന്നു, ആ സമയത്ത് നല്ല റെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ചാറ്റിൽ ഉള്ളിത്തെറിക്കുമ്പോൾ അവൻ ഈ കൊലപാതകിയോട് പറഞ്ഞു, ആ ഡോറങ്ങ് പൂട്ടിക്കള. അയാളാണ് ഡോറിനടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, നോ, ഞാൻ പൂട്ടില്ല, ഞാൻ ഡോർ തുറന്നേ ഇരിക്കാറുള്ളൂ. സംഭവം ആയിരിക്കാം. ഇപ്പോൾ ഏതോ റിപ്പോർട്ട് പ്രകാരം കണ്ടത്, അവൻ പണിയും കഴിഞ്ഞ് അവൻ ഏതോ അച്ഛൻ്റെ കൂടെ എവിടെയോ വർക്ക് ചെയ്യുമായിരുന്നു. ആ വർക്കൊക്കെ കഴിഞ്ഞ് നല്ലോണം അടിച്ചിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. ആയിക്കോട്ടെ, ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൽ 100 ആളുണ്ടെങ്കിൽ ചിലപ്പോൾ 50 ആളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അവരൊക്കെ കൊലപാതകത്തിലേക്കാണ് എത്തിയത്. അല്ല, ഇത് ഈ ആളുടെ കൊലപാതകിയുടെ ബിഹേവിയർ ഇഷ്യൂ ആണ്, മെൻ്റൽ മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലമാണ്, അവരെ ട്രെയിൻ ചെയ്യാത്തതിൻ്റെ കുറ്റമാണ്. ഇനിയിപ്പോൾ ജയിലിലൊക്കെ കിടന്ന് കുറച്ച് ട്രെയിനിങ്ങൊക്കെ കിട്ടിക്കോളും, വലിയൊരു കൊലപാതകയായിട്ട് പുറത്തിറങ്ങും. ഇനി നമ്മുടെ നാടിൻ്റെ സിസ്റ്റം വെച്ചിട്ട് ആരെയും ഇതാക്കിയതല്ല കേട്ടോ, അങ്ങനെ ആക്ഷേപിച്ചതല്ല, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ഈ ആളത് പറയുകയും, അപ്പോൾ അവർ തമ്മിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടായി. ഈ കൊലപാതകയും കൊല്ലപ്പെട്ട പയ്യനും തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായി. കൊല്ലപ്പെട്ട പയ്യൻ അവനറിയുന്നില്ല, ഇവൻ ഇത്രയും ചെറിയൊരു വിഷയത്തിന് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യേണ്ട, ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന കേസാണെങ്കിൽ ഒരാളും പറയത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞിട്ടുണ്ടാവും അത് പൂട്ടുന്നു. അപ്പോൾ അവനത് പിടിച്ചില്ല, നീ ആരാണ്, ഞാൻ ആരാണ്, കത്തിയെടുത്ത് കുത്തുന്നു, കൊല്ലുന്നു. ഈ ഇമ്പൾസീവ് ആക്ഷൻ ഓഫ് ബിഹേവിയർ വിത്തൗട്ട് എനി തിങ്കിങ് ഓർ വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിനാശകരമായ ഒരു മൈൻഡ് സെറ്റ്. അവരുടെ കയ്യിൽ ഒരു 1 hour സ്പെയർ ടൈം ഉണ്ടെങ്കിൽ ആ 1 hour അവർ സ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ ഗെയിംസിലോ എന്തെങ്കിലും ഷോ കണ്ടിട്ടോ വൃഥാവിലാണ്. അതിൽ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു തിങ്കിങ്ങിനോ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിനോ ഒരു എഡ്യൂക്കേഷൻ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ ദ കൈൻഡ് ഓഫ് തിങ് യു പ്രാക്ടീസ് അബൌട്ട് ദ പാർട്ട് ഓഫ് യുവർ എഡ്യൂക്കേഷൻ. നോർമലായിട്ടുള്ള ലൈഫിൽ വേണ്ടുന്ന ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ ലൈഫ് സിറ്റുവേഷൻ ഡിസ്കഷൻസോ റോൾ പ്ലേയോ ഒന്നും നമ്മുടെ വീടുകളിലും, നിർഭാഗ്യമെന്ന് പറയട്ടെ, പാർട്ട് ഓഫ് ദ എഡ്യൂക്കേഷനായിട്ട് നടത്തുന്ന വേറത്, പാർട്ട് ഓഫ് ദ ലൈഫായിട്ട് ചെയ്യിപ്പിക്കുന്ന സ്കൂളുകളോ വീടുകളോ വളരെ ചുരുക്കമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. 1 മണിക്കൂർ കയ്യിലുണ്ടെങ്കിൽ ആ 1 മണിക്കൂറും ആ കുട്ടി അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന ജെൻസി ഫോണിലായിരിക്കും. ആ ഫോണിൽ നിന്നാണ് കാണുന്നത് ഈ പറഞ്ഞ പോലെ വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ്, സ്ക്വിഡ് ഗെയിംസ് പോലെയുള്ള ഗെയിമുകൾ, മണി ഈസ്റ്റ് പോലെയുള്ള കൊള്ളകൾ, റോക്കി ബായിയുടെ KGF പോലെ റോക്കി ബായെ പിടിക്കാൻ വരുമ്പോൾ റോക്കി ബായി 200 ആളെ കൊന്ന് കുടൽമാല പുറത്തേക്ക് ഇട്ടിടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ കണ്ടുവരുന്നൊരു തലമുറ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് നമ്മളായ സൊസൈറ്റി കരുതേണ്ടത്. സോ ആസ് എ പ്രോഗ്രസീവ് സൊസൈറ്റി, ആസ് എ ഡെവലപ്പിംഗ് സൊസൈറ്റി, നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ആൾക്കാരെ അത്യാവശ്യമായി വെരി അർജൻറ്റ്, ക്രിട്ടിക്കൽ, ആസ് ഓൺ എ വാർ ഫൂട്ടേജ്, യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകൾക്കും സ്റ്റാർട്ടിങ് ഫ്രം ദ ഏജ് ഓഫ് 10 വയസ്സ് മുതൽ 5ാം ക്ലാസ് മുതൽ ഏത് വയസ്സ് വരെ അവൻ പഠിക്കുന്നുണ്ടോ ആ വയസ്സ് വരെയൊക്കെ അവരെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തുടങ്ങേണ്ട സമയം ഓൾ ഓവർ ദ ഇന്ത്യ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനീ പറയുന്ന സംഭവം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും ഇത് ഭാവിയിലെ
അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന നെക്സ്റ്റ് ഈ ജനറേഷനിലെ കുട്ടികളെ മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ജെൻസി എന്ന് പറയുന്നത് 2000 മുതലേ തുടങ്ങേണ്ടതായിരുന്നു. എന്നാലും ഈ 2025 ഇനിയെങ്കിലും അത് തുടങ്ങിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഡിസാസ്റ്റർ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പറ്റാത്ത, ആർക്കും ആരോടും ഉത്തരവാദിത്തമില്ലാത്ത, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി പോലും ഇല്ലാത്ത, സൊസൈറ്റിയോട് കൂറില്ലാത്ത, സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ അല്ലാത്ത, സൊസൈറ്റിയോട് ഡ്യൂട്ടീസിനെ പറ്റി അവബോധമില്ലാത്ത ഒരു തലമുറയായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. ഇപ്പം കണ്ട ജെൻസിയോ മിലനിയലൊന്നും പോലെ ആയിരിക്കില്ല. അതിനേക്കാട്ടൊക്കെ വളരെ അഗ്രസീവായിക്കൊണ്ട് അവനവനെ പോലും ശ്രദ്ധിക്കാതെ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അവനവനെ പറ്റി ചിന്ത ഉണ്ടെങ്കിൽ ചെറിയൊരു ഡോർ ക്ലോസിങ്ങിൻ്റെ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് മറ്റൊരുത്തൻ്റെ ജീവൻ എടുക്കാൻ ഒരുത്തൻ തയ്യാറാവുമോ? ഇഫ് യു ഹാവ് എ ബ്രെയിൻ ഓഫ് 1%. കാരണം ഇനിയുള്ള അയാളുടെ ജീവിതകാലം തീരാൻ പോകുന്നത് ജയിലിലാണ്. നമ്മുടെ സിസ്റ്റം അയാളെ രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ള അടുത്ത ചോദ്യം. ബട്ട് ആസ് ഓഫ് നൗ, ആസ് എ പാർട്ട് ഓഫ് സിസ്റ്റം, ഹി വിൽ ബി ഇൻ ജയിൽ ഫോർ ലോങ് ടേം. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ കാര്യം, ഇതിലാരും പേരും കാര്യവും നമ്മൾ മെൻഷൻ ചെയ്തില്ല. കാര്യമില്ല, പേര് ചക്ക എന്നായാലും മാങ്ങ എന്നായാലും കാര്യത്തിനാണ് പ്രസക്തി. വാട്ട് ഹാപ്പൻഡ് ഈസ് ദ തിങ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട്. ഈ പെൺകുട്ടിയുടെ കല്യാണം ഒരു ആളുമായിട്ട് ഉറപ്പിച്ചു. അയാളെ പെൺകുട്ടിക്ക് താല്പര്യമില്ല പോലും. അവൾ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞു പോലും. അവളുടെ വീട്ടുകാരും ഇവൻ ചെക്കൻ്റെ വീട്ടുകാരും ആരും വിഡ്രോ ഒന്നും ആവുന്നില്ല. അപ്പം അവളും അവളുടെ കാമുകനും കൂടി ഡിസിഷൻ എടുത്തു. എന്താ ഡിസിഷൻ എന്നറിയോ? ഇവനെ അങ്ങ് തട്ടിക്കളയാം. ചിന്തിച്ചു നോക്കണം. ഒരു കൊലപാതകം, പണ്ട് കൊലപാതകം നടക്കാറുണ്ട്. കൊലപാതകം മനുഷ്യരുണ്ടായ കാലം മുതലേ നടക്കാറുണ്ട്. പക്ഷേ എ സോളിഡ് റീസൺ വിൽ ബി ദിയർ. പെട്ടെന്നുണ്ടായ ഒരു വിഷയത്തിന്മേലോ അല്ലെങ്കിൽ അത്രയും ഒരു ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ നടക്കുന്നില്ല എന്നല്ല. അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂസുള്ള ആൾക്കാർ നടത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ ബിഹേവിയറൽ ഇഷ്യൂസുള്ള ആൾക്കാരും പണ്ട് മുതലേ നടത്താറുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ചെറിയൊരു കാര്യം, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്നൊരു കേസാണ് കൊലപാതകത്തിൽ എത്തിച്ചത്. ഈ പെൺകുട്ടി ഇവനുമായിട്ട് റിലേഷനുള്ള സമയത്ത് തന്നെ ഇവക്ക് ഈ പ്രേമിക്കുന്ന കാമുകനോ മറ്റവനോ മറിച്ചവൻ ആരായിട്ടുള്ള അവനുമായിട്ടൊരു രജിസ്റ്റർ മാരേജ് ചെയ്യുക. അല്ലെ അവനെയും ഇവളും കൂടിയിട്ട് എവിടത്തേക്കും ഇന്നത്തെ കുട്ടിയൊക്കെ പോകാൻ സ്ഥലമില്ലാതെ എവിടെയും ഒരു വിദേശ യാത്ര നടത്തി വരിക, തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാം കൂടി നടത്തിത്തരും കല്യാണം. അങ്ങനെയൊക്കെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഈ പാവപ്പെട്ട ഒരു പയ്യനെ മലമുകളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊക്കെ തള്ളിയിട്ടിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ തിരിച്ച് വീട്ടിൽ വന്ന് അവൻ്റെ അന്ത്യകർമ്മങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന് അവിടെ നിന്ന് ഒരു ഭാവഭേദമില്ലാതെ അവിടെ നിന്ന് അവൻ്റെ ചെത കത്തിത്തീരുന്നതിന് മുന്നേ അവനുമായിട്ടുള്ള പിക്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് മിസ് യു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് പോലീസ് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് ഇവളും മറ്റവനും കൂടി ഇവനെ കൊന്നതെന്ന് മനസ്സിലാകുന്നത്. ദ വേ ദേ തിങ്ക്, എങ്ങനെയാണ് ഇവരുടെയൊക്കെ ചിന്ത പോകുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പാർട്ട് ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വി ഹാവ് ടു ഗിവ് ദ കൗൺസിലിംഗ് തെറാപ്പി, how to behave in a society, how to express your disagreement, agree to disagree context of usage of optimum things, minimal usage of the infrastructure and the substances, contentment of life. ശരിക്കും പറയാന്ന് വെച്ചാൽ ആ ഒരു വാക്ക് മതി കുട്ടികൾക്ക്. ഈ പിള്ളേരെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേരെ പഠിപ്പിക്കേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ദ കണ്ടൻമെൻറ്റ്. ഉള്ള സംഭവത്തിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്തിക്കൊണ്ട് മിനിമലായിട്ട് ഫുഡായാലും ശരി, അത് ഫുഡിൻ്റെ കേസിലായാലും ശരി, അത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റഡി എക്യുപ്മെൻസിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബിവറേജസിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ട്സോ എവർ തിങ്സ് ഇറ്റ് ഈസ്, യു ഹാവ് ടു എക്സ്പീരിയൻസ് ആൻഡ് യു ഹാവ് ടു സെറ്റിൽ വിത്ത് കണ്ടൻമെൻറ്റ്. അതുപോലെ തന്നെ ദ തിയറി ഓഫ് അഗ്രി ടു ഡിസഗ്രി, വിയോജിക്കാൻ വേണ്ടി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഈ രണ്ട് തിയറിയും അടങ്ങുന്ന
സൈക്കോളജി തെറാപ്പി, കൗൺസിലിംഗ് തെറാപ്പി പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ എഡ്യൂക്കേഷൻ ഒരു പീരീഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 പീരീഡുകളുള്ളത്. എൻ്റെയൊക്കെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഒന്ന് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ശരിക്കും മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ടീച്ചർ വരും, 2 പാട്ട് പാടാൻ പറയും. ആരെങ്കിലും പാട്ട് പറയുന്ന 2 ആൾക്കാർ 2 പാട്ട് പാടും. ബാക്കി മ്യൂസിക്കിൻ്റെ ടീച്ചർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിനേതാവ് ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അങ്ങനെയാണ് ടീച്ചർ ചോദിച്ചു തുടങ്ങുക. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്, നിങ്ങളുടെ ഫാദർ മദർ നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് ടീച്ചർ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാണ്, ഒരാളുടെ പേര് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ഫ്രണ്ടിന് ഇഷ്ടം, നിങ്ങൾ ഈ ഫ്രണ്ടുമായിട്ട് എത്ര കാലം നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് വെക്കും, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു മ്യൂസിക് ടീച്ചർ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, മ്യൂസിക് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പി ടി സാറ് പിന്നെ ഇങ്ങനത്തെ ട്രെയിനിങ് ഒന്നും തരില്ല, അത് ഫിസിക്കലി നമ്മളെ ഓടി ചാടി എൻഗേജ്ഡ് ആക്കിയിട്ട് ഒരു തരത്തിലുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെക്കാട്ടും ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് മ്യൂസിക്കും വേണ്ട പി ടിയും വേണ്ട. കാരണം മ്യൂസിക് മൊത്തം ഫോണിൽ കിടക്കുന്നുണ്ട്. പി ടി പീരീഡ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ കറാട്ടയും തൈക്കോണ്ടോ സ്വിമ്മിങ് മറ്റേത് മറിച്ചെന്നൊക്കെ പോലെ പല പരിപാടിക്കും അവരും പോകുന്നത്. ഇവർക്കൊക്കെ ആവശ്യമുള്ളത് സൈക്കോളജിക്കൽ ട്രെയിനിങ് ആണ്, ഇത് കൗൺസിലിംഗ് തെറാപ്പിയാണ് വേണ്ടത്. ഇറ്റ്സ് എ മസ്റ്റ് തിങ്. അത് ഏറ്റവും ചുരുങ്ങിയത് 5ാം ക്ലാസ് 10 വയസ്സുള്ള കുട്ടി മുതൽ PhD ചെയ്യുന്ന മുതുക്കനായിട്ടുള്ള 30-35 വയസ്സുള്ള ആ വിദ്യാർത്ഥിക്ക് വരെ റിസർച്ച് ഫെല്ലോക്ക് വരെ കൊടുക്കണം. ആസ് എ പാർട്ട് ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം 5 സബ്ജക്റ്റാണ് അവൻ പഠിക്കുന്നതെങ്കിൽ 6ാമതൊരു സബ്ജക്റ്റ് ബൈ ഗവൺമെൻറ്റിൻ്റെ വക. ജയിലുകൾ നിറയാതിരിക്കാൻ, കൊലപാതകങ്ങൾ കുറയാൻ വേണ്ടി, ഡ്രഗ് യൂസേജ് കുറയാൻ വേണ്ടി, കള്ളുകുടി കുറയാൻ വേണ്ടി, ബലാത്സംഗം കുറയാൻ വേണ്ടി, കളവ് കുറയാൻ വേണ്ടി, പിടിച്ചുപറി കുറയാൻ വേണ്ടി, ഈ പറഞ്ഞ എല്ലാ കലാപരിപാടികളും ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ക്രൈംസ് കുറക്കാൻ വേണ്ടി ആസ് എ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റും കൂടി. അത് എല്ലാ പ്രൈവറ്റ് സ്കൂളിലും എല്ലാ ഗവൺമെൻറ് സ്കൂളിലും എല്ലാ സ്കൂളുകളിലും നിർബന്ധമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗവൺമെൻറ് കരിക്കുലം. ഗവൺമെൻറ്റിൻ്റെ ഭാഗം ഇട്ടുകൊടുക്കുക. അത് കേരള സിലബസ് ആയാലും ശരി, CBSE സിലബസ് ആയാലും ശരി, എന്ത് മാങ്ങാത്തൊലി കാറ്റഗറി സിലബസ് ആയാലും ശരി, പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് വൺ സബ്ജക്റ്റ് വിൽ ബി ആഡഡ്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ തെറാപ്പി ഫോർ എവ്രി വൺ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, ആ കുട്ടികൾ നാളെ ഒരാളെയും കൊല്ലാനോ പിടിച്ചു പറിക്കാനോ ഒരു പോക്കറ്റടിക്കാനോ ഒരാളെ അവഹേളിക്കാനോ ഒരാൾക്ക് നേരെ മോശമായ പദങ്ങൾ ഉപയോഗിക്കാനോ ഒരു കണ്ടൻറ്റ് പ്രതിപാദിക്കുമ്പോൾ അവൻ്റെ തന്തയും തള്ളയെയും പറ്റി സംസാരിക്കാതിരിക്കാവുന്ന മര്യാദ കാണിക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു തലമുറയായി അവർ വരും. കാരണം ഈ സൈക്കോളജി പാർട്ട് ഓഫ് ദ സൈക്കോളജിക്കൽ തെറാപ്പി കൊടുക്കുന്നതിൽ നിന്ന് അവർ അഗ്രി ടു ഡിസഗ്രി തിയറി പഠിച്ചെടുക്കും, മനസ്സിലാക്കിയെടുക്കും. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് പോളിസി പഠിക്കും. ഒരുപാട് സൈക്കോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ തലമുറക്ക് മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ഇന്നത്തെ തലമുറ ഈസ് എ ഗാഡ്ജറ്റ് തലമുറ. ഇന്നത്തെ തലമുറ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഓൺ ദെയർ ബ്രെയിൻ. അപ്പോൾ നമ്മൾ ആസ് എ പാർട്ട് ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി, ആസ് എ പാർട്ട് ഓഫ് എൻഗേജിങ് സൊസൈറ്റി, നമ്മൾ അവരുടെ സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുക്കണം സൈക്കോളജി ഫോർ അഗ്രി ടു ഡിസഗ്രി ആൻഡ് ടു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഐഡിയ അവർക്ക് സ്റ്റേറ്റ് ഇത് പുഷ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളിൽ ജോയിൻ്റ് ഫാമിലികളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങോ ആ ഒരു ബിഹേവിയറലായിട്ടുള്ള ഡിസിപ്ലിനോ ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ വരുന്ന കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളാണ് തെറ്റുകാർ. അവർക്കറിയില്ലല്ലോ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾ. അവരെവിടുന്ന് അറിയുന്നത്? ഒരു ക്രൈമിലോ ഒരു സംഭവത്തിലോ പെട്ട് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് വി ആർ ട്രാപ്ഡ്. ഇതിപ്പം ഞാൻ നോർത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ ഡൽഹിയിൽ നടന്ന കേസോ മുംബൈയിൽ നടന്ന കേസോ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഓൺലി. ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി സൈറ്റിംഗ് ദ എക്സാമ്പിൾസ് ഐ ജസ്റ്റ് കോട്ടഡ് ഫോർ ദാറ്റ്. ഇതിൽ വളരെ സങ്കടകരമായൊരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസുകളിലൊക്കെ ഇവരുടെ പാരൻസ് ഒരു തരത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളൊരിക്കലും കാർഡടിച്ച് പറഞ്ഞു പോകുമ്പോൾ അറിയാതെ പോലും തെറ്റുപറ്റാൻ പാടില്ല. ബിക്കോസ് ഈ കേസുകളിലൊക്കെ വളരെ സങ്കടകരമായിക്കൊണ്ട് ഈ രണ്ടാമത്തെ കേസിലുണ്ടായിരുന്ന അവളുടെ അമ്മ
സംസാരിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കേട്ടോക്കാം. मामला सुन के मुझे इतना शौक लगा कि ये कैसे हो गया। दोनों परिवारों में केतन जी भी इतने अच्छे थे। अगर किसी का इसमें दोष हो तो उसे सख्त से सख्त सजा होनी चाहिए, चाहे उसमें मेरी बेटी भी हो। अगर मेरी बेटी का दोष निकले तो जहाँ से केतन जी को गिरा ഇത് ആ കൊല്ലപ്പെട്ട ആളുടെ പ്രസ്തുത വധുവിൻ്റെ അതിനാരാണോ കൊന്നത് ആ പെൺകുട്ടിയുടെ അമ്മയാണിത്. അവർ പറയുന്നത് ഈ ആൺകുട്ടി ഇത്രയും പൊളായിട്ടും നല്ലൊരു കുട്ടിയായിരുന്നു, എൻ്റെ മകൾ എങ്ങനെ ഈ ഒരു ക്രൈമിലേക്ക് എത്തിയെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ കേസ് തന്നെയാണ്. ദ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് വാസ് ഗാഡ്ജറ്റ് സോഫ്റ്റ്വെയർ. മൊബൈലിൻ്റെ എഡിക്റ്റഡ് ആണ്. അങ്ങനെ എല്ലാവരും അല്ല പറയുന്നത്, ഈ കേസിലെ കുട്ടി गया या जो गिरे हैं वहाँ से ही उस दोषी को गिराया जाए। और ना ही मुझे कुछ लगा कि मेरी बेटी प्यार नहीं करती या क्या है। वो दोनों बच्चे बहुत प्यार से बहुत अच्छे से रहते थे। ये फर्स्ट टाइम सुने आया है कि वो ड्रिंक करती है या पार्टी जाती है। वो मेरी बेटी ने तो उनसे इतना लगाव और इतना प्रेम करते थे। नहीं, ये बात हमें कुछ भी मालूम था। अगर उसने केतन को बताई है तो केतन ने अपने पेरेंट्स को बताना चाहिए था। शायद मुझे नहीं पता है, पर हमारे तक ये कोई बात नहीं आई। ഏതായാലും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിന് കിട്ടിയ ഒരു തെളിവ് ഈ കൊലപാതകം നടന്നതിന്റെ തലേന്ന് പൂനെയിലെ ഒരു കഫേയിൽ ഇരുവരും എത്തിയ ദൃശ്യങ്ങളാണ്. അവിടെ ഇരുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇരുവരും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാമുകനും സിയയും ഒരുമിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവസാനവട്ട പദ്ധതികൾ അവിടെ വെച്ച് തയ്യാറാക്കി എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് ഈ കേസിൽ പ്രധാനം. കാരണം ഈ തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ പോലും അതിനെ നേരിട്ട് ദൃക്സാക്ഷികളില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ CCTV ദൃശ്യമോ മറ്റോ തെളിവ് ഈ ഘട്ടത്തിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ ഇത് തെളിയിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ ആവശ്യമുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് സാഹചര്യ തെളിവുകൾ അത്രമേൽ ശക്തമാണ് എന്നതാണ്. അതിനപ്പുറത്തേക്ക് തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമത്തിലാണ് പോലീസ്. മൊബൈൽ ഫോണിലെയും മറ്റു വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 2000-ലേറെ തവണ കഴിഞ്ഞ 6-7 മാസത്തിനിടെ ഈ പ്രതികൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അത് വാട്സപ്പ് കോളിന് പുറമെയാണ് ഈ തരത്തിൽ സംസാരം. അതും 3-4 മണിക്കൂറൊക്കെ നീണ്ട സംസാരം അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അങ്ങനെ പ്രതികൾ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയ്ക്കൊടുവിൽ ഒരു കൊലപാതകം നടക്കുന്നു. നേരത്തെ 2 തവണ കൊലപാതകത്തിന് ശ്രമിച്ചു, അത് 2 തവണയും പാളിപ്പോയി. അങ്ങനെ 3-ാം തവണയെ ശ്രമിച്ചപ്പോഴാണ് അത് വിജയിച്ചത്. ഇനി 3-ാം തവണയും പിഴച്ചാൽ 4-മതൊരു തവണ കൂടി മഹാബലേശ്വറിൽ എത്തിച്ച് ഇയാളെ കൊല്ലാൻ, കേതൻ അഗർവാളിനെ കൊല്ലാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് പറയുന്നത്. ഏതായാലും ഈ സിയ അഗർവാളിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. സിയയുടെ മാതാവ് പൂജ ഗോയലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് സിയ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ അല്ലെങ്കിൽ ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഒരു പെരുമാറ്റവും ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. ഇരുവരും തമ്മിൽ നല്ല സ്നേഹമാണ് എന്നതാണ് ഞങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുള്ളത്. ഈ നമുക്ക് മുന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ സിയ പങ്കുവെച്ച ദൃശ്യങ്ങളടക്കം അവിടെയുണ്ട്. മാത്രമല്ല പ്രീ വെഡിങ് ഷൂട്ടിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ സിയയ്ക്ക് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിന് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളതായി ഒരു സംശയവും തോന്നിയിരുന്നില്ല. മാത്രമല്ല മകൾക്ക് കൊലക്കയർ തന്നെ നൽകണം എന്നതാണ് ഈ കുടുംബവും പറയുന്നത്. മകളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ അതിൽ യാതൊരു ദാക്ഷിണ്യവും വേണ്ട, മകൾക്ക് കൊലക്കയർ തന്നെ നൽകണം. അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതിൽ അമ്മ പറയുന്നത് എവിടെ നിന്നാണോ കേതൻ അഗർവാളിനെ തള്ളിയിട്ടത് അതേ കോട്ടയിൽ തന്നെ എത്തിച്ച് ഈ കൊലപാതകികളും അവിടെ നിന്ന് തള്ളിയിട്ട് തന്നെ കൊല്ലണം എന്നതാണ് പറയുന്നത്. यह मामला सुन के मुझे इतना शौक लगा कि ये कैसे हो गया। दोनों परिवारों में केतन जी भी इतने अच्छे। പാവം അമ്മ. നമുക്കിപ്പോൾ അമ്മയും ഒരു പരിധിനപ്പുറം കുറ്റം പറയാൻ പറ്റില്ല. അവരിപ്പോൾ സ്നേഹം കൊടുത്ത് വളർത്തി. കുട്ടികൾ ഇന്നത്തെ കാലത്തിൻ്റെ കലിയുഗത്തിൻ്റെ പ്രഭാവമെന്നോ അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ കയറ്റിയത് ഗാഡ്ജറ്റ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ടോ ഇവരുടെ ചെയ്തികൾ ഇപ്പറഞ്ഞ 1-ാമത്തെ കേസിലും 2-ാമത്തെ കേസിലും ഒക്കെയുള്ള ചെയ്തികൾ 90% മൊബൈൽ റിലേറ്റഡ് ആയിരിക്കും. ഈ സാധനത്തിൽ കാണുന്നതും ഈ സാധനത്തിൽ കേൾക്കുന്നതുമാണ് ലോകം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എല്ലാവരുമല്ല, ഒരു കൂട്ടം ഫുണ്ടകളെങ്കിലും ഇന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. റിയൽ ലൈഫും രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. ഒന്നിനോടൊന്നിനെ ഉപമിച്ചാൽ അത് ഉപമയാമത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? നിങ്ങൾ പടുവിഡ്ഢികളുടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് റീലിൽ കാണുന്ന, ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള സൈറ്റുകളിലും കാണുന്ന റിയൽ ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റിയൽ ലൈഫിൽ രാവിലെ എണീച്ച് കുളിച്ചു മാറ്റി ജോലിക്ക് പോയാൽ മാത്രമേ മാസാവസാനം ശമ്പളം കിട്ടൂ, എന്നാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകൂ എന്ന് മനസ്സിലാക്കി മിനിമം ബുദ്ധിയുള്ള ഒരു സമൂഹമായി വളർന്നു വരണം ഇനിയത്തെ സമൂഹമെങ്കിലും.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു തലമുറ ഇങ്ങനെ, ഇനി വരാനൊരു തലമുറ കിടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മക്കളുടെ പ്രായമുള്ള ഇപ്പം ഉള്ള ചെറിയ പിള്ളേർ, ഇവരെ ഇനി 100% മൊബൈലിൽ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. മൊബൈലിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണോ റിപ്ലൈ കിട്ടുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ ബ്രെയിനും വർക്ക് ചെയ്യുക. അവരേറ്റവും കൂടുതൽ കാണുന്ന ഗെയിംസ് സ്ക്വിഡ് ഗെയിം ആണെങ്കിൽ അതിൽ തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണം എന്നാണ് അവർ പഠിക്കുന്നത്. ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരേറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമയിൽ പ്രതിസന്ധി വരുമ്പോൾ വില്ലൻ കത്തിയെടുക്കാറാണ് പതിവ്, കത്തിയെടുത്ത് കുത്താറാണ് പതിവ്. അപ്പോൾ അവരുടെ ലൈഫിലും അവർ പ്രതിസന്ധി വരുമ്പോൾ കത്തിയെടുക്കും അല്ലെങ്കിൽ തോക്കെടുക്കും. സോ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ മൊബൈൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാണ്ടെന്നായിരിക്കും ജീവിക്കാൻ പറ്റില്ല. അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അവയർനെസ്സിൻ്റെ കൂടെ സൈക്കോളജിക്കൽ തെറാപ്പി, സൈക്കോളജിക്കൽ ക്ലീനിങ് ഓഫ് ദ ബ്രെയിൻ എല്ലാ പാഠപദ്ധതിയുടെയും ഭാഗമാക്കി വിഷയത്തിലെ ഒരു വിഷയമാക്കി മാറ്റിക്കൊണ്ട് ഡെയിലി കൗൺസിലിംഗ് കൊടുത്ത് തലമുറയെ നന്നാക്കിയെടുക്കൽ മാത്രമേ നമ്മുടെ മുമ്പിൽ ഇതിന് ഇപ്പോഴുള്ള ഒരു പോംവഴി ഉള്ളൂ. സോ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണും വരെ വണക്കം.